എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയവർക്കും അവർ ശീലിക്കേണ്ട കുറേ ആരോഗ്യ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീനായിട്ടിരിക്കുക. നമ്മളെപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കൈകൾ എപ്പോഴും സോപ്പിട്ട് കഴുകുക. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് വയ്ക്കുക. അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഇളം ചൂടുവെള്ളത്തിൽ ഇരിക്കുക. മൗത്ത് വാഷ് ഉപയോഗിക്കുക. വായിലെ അണുക്കളൊക്കെ നശിക്കാനാണ് മൗത്ത് വാഷ് ഉപയോഗിക്കുക. ബെഡ്ഷീറ്റ് ആഴ്ചയിലെങ്കിലും 4 ദിവസം കൂടുമ്പോഴെങ്കിലും മാറാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമാണ് ഹൈഡ്രേഷൻ. ഒരിക്കലും ഡീഹൈഡ്രേഷൻ ആവാൻ പാടില്ല. വെള്ളം നന്നായിട്ട് കുടിക്കുക. 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം. മഴയാണെങ്കിലും വെള്ളം കുടിക്കണം. നമ്മളീ കഴിക്കുന്ന മരുന്നുകൾ ഒക്കെ ലിവറിൽ ചെന്നിട്ട് ലിവറിലോട്ടാണ് ചെല്ലുന്നത്. ആ ലിവറിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നല്ലതായിട്ട് വെള്ളം കുടിക്കണം. എന്നിട്ടത് യൂറിനിലൂടെ തന്നെ പോകണം. അപ്പം നല്ലതായിട്ട് വെള്ളം കുടിക്കാൻ ശീലിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. പിന്നെ ആഹാര സാധനങ്ങൾ പറയുകയാണെങ്കിൽ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. എപ്പോഴും ഫ്രഷായിട്ട് ചൂടോടെ ആഹാരങ്ങൾ കഴിക്കുക. ജങ്ക് ഫുഡ്, കോളകൾ, സോഡ, അങ്ങനെയുള്ള പാക്കറ്റ് ഫുഡുകൾ എല്ലാം ഒഴിവാക്കുക. അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. ചിക്കനും മീനും മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതെല്ലാം വിഷം ചേർന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കുക. ദയാൽ സാറ് പറയും, കൊതി തോന്നുന്നെങ്കിൽ കഴിച്ചു, പക്ഷെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പം ഒരു കുക്കുംബർ കടിച്ച് തിന്നുക എന്ന് സാറ് പറയും. പാസ്റ്ററൈസ്ഡ് ചെയ്ത പാല് മേടിക്കുക. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള്, മാങ്ങ, പേരയ്ക്ക, അവക്കാഡോ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് തൊലി ചെത്തി ഉപയോഗിക്കുക. മുന്തിരിങ്ങ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറ്റീഷ്യൻ പറയും മുന്തിരിങ്ങ കഴിക്കണ്ടെന്ന്. കാരണം മുന്തിരിങ്ങയ്ക്ക് തൊലി ചെത്തി കളയാനില്ല. അതിൽ വിഷം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഞെടുമ്പിൻ്റെ ഭാഗത്താണ് ഈ വിഷം വരുന്നത്. അപ്പം നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് കുറച്ച് നിൽക്കും. അതുകൊണ്ട് കീമോ മരുന്നെടുത്തിരിക്കുന്നവരും മരുന്ന് ഗുളിക രൂപത്തിൽ കഴിക്കുന്നവരും അത് കഴിക്കണ്ട എന്നാണ് ഹോസ്പിറ്റലിലെ അമൃതയിലെ ഡയറ്റീഷ്യൻ പറഞ്ഞത്. ഉണക്ക മുന്തിരിങ്ങ അതുപോലുള്ളത്. ഫ്രൂട്ട്സ് എപ്പോഴും കഴുകി തന്നെ ഉപയോഗിക്കുക. ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ചക്കപ്പഴം, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന മാങ്ങ, വീടുകളിൽ കിട്ടുന്ന പേരയ്ക്ക, വീടുകളിൽ കിട്ടുന്ന ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ കൂടുതലും കഴിക്കാൻ നോക്കുക. കടകളിൽ നിന്ന് മേടിക്കുന്നത് ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് തൊലി ചെത്തി ഉപയോഗിക്കുക. അതുപോലെ പച്ചക്കറികൾ നന്നായിട്ട് വേവിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ആവിയിൽ സ്റ്റീമിൽ വേവിച്ചാലും മതി. അങ്ങനെ കഴിക്കുക. അതുപോലെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്. പക്ഷേ 3ഉം ഓർഗാനിക് അല്ലാത്തത് കൊണ്ട് ആപ്പിൾ നന്നായിട്ട് തൊലി ചെത്തി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ക്യാരറ്റും ബീട്രൂട്ടും ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ മെഡിസിൻ കഴിക്കുമ്പം ജ്യൂസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആവിയിൽ ഒന്ന് വെന്ത്
ഇട്ട് വേണമെങ്കിലും ജ്യൂസ് അടിച്ചാൽ ടേസ്റ്റ് വ്യത്യാസമില്ല, ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. ഈന്തപ്പഴം അതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി തന്നെ യൂസ് ചെയ്യണം. നമ്മളെപ്പോഴും ഹൈജീനായിട്ട് നന്നായിട്ടിരിക്കുക, അത് പ്രധാനമാണ്. നമ്മുടെ ജീവിതശൈലി തന്നെ നമ്മൾ മാറ്റണം. വിശ്രമത്തിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. നന്നായിട്ട് ഉറങ്ങണം. എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കുക. കീമോതെറാപ്പി, റേഡിയേഷൻ അല്ലെങ്കിൽ ഗുളിക രൂപത്തിലൊക്കെ കഴിക്കുമ്പം ഒത്തിരി ശാരീരിക മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല ഉറക്കം കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതിനൊരു പ്രധാന മാർഗമാണ് മനസ്സിൻ്റെ എക്സസൈസ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പൊട്ടുകുത്തുന്നിടത്ത് ശ്രദ്ധ കൊടുക്കുക, പ്രാണായാമം ചെയ്യുക, അതുപോലെ ഭ്രമരി, പ്രാണായാമം, ഭ്രമരി, പൊട്ടുകുത്തുന്നിടത്ത് ശ്രദ്ധ കൊടുക്കുക, ഇതൊക്കെ മനസ്സിനുള്ള എക്സസൈസാണ്. അപ്പോൾ നമുക്ക് ഉറക്കം വരും. പിന്നെ ഉറക്കം വരാനായിട്ട് നല്ല ഒരു ഫുഡാണ് മത്തങ്ങയുടെ കുരു. അത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. മനസ്സിൻ്റെ എക്സസൈസ് കഴിഞ്ഞാൽ ശരീരത്തിനും നല്ല എക്സസൈസ് വേണം. അത് നമുക്ക് തീരെ വയ്യാത്തവരാണ് ഇരുന്നു കൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. അതല്ല നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അല്ലാത്ത എക്സസൈസ് ചെയ്യാം. നന്നായിട്ട് നടക്കാം. പിന്നെ എപ്പോഴും നന്നായിട്ട് വിയർക്കണം. വിയർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല വായു ശ്വസിക്കുക. നമുക്ക് റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും എല്ലാം പുക നിറഞ്ഞ വായുവാണല്ലോ ശ്വസിക്കുന്നത്. നല്ല കാര്യങ്ങൾ കേൾക്കുക, എക്സസൈസ് ചെയ്യുക. ഹൈജീൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എപ്പോഴും കൈ കഴുകുക, അതൊരു ശീലമാക്കണം. അപ്പം എൻ്റെ അറിവിലുള്ള കുറച്ച് ആരോഗ്യ കാര്യങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ, നമസ്കാരം.